ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൂട്ട് ലോക്കസിന്റെ വേറൊരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. സ്കെച്ച് ദ റൂട്ട് ലോക്കസ് ഓഫ് ദ സിസ്റ്റം ഹൂസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് g of s is equal to k by s into s plus 2 into s plus 4. Find the value of k so that the damping ratio of the closed loop system is 0.5. നമുക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. g of s എന്ന് പറയുന്നത് k by s into s plus 2 into s plus 4. നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സച്ച് ദാറ്റ് ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 0.5 ആയിരിക്കും. ഇപ്പോൾ റൂട്ട് ലോക്കസ് വർക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ദ പോൾസ് ആൻഡ് സീറോസ്. നമുക്ക് ഓപ്പൺ ലൂപ്പ് പോൾസ് നമുക്കിവിടെ കിട്ടണം. ഇപ്പോൾ g of s ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ലൂപ്പ് പോൾസ് കിട്ടും. അപ്പോൾ s into s plus 2 into s plus 4 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? s is equal to 0. അപ്പോൾ s is equal to -2 ആൻഡ് s is equal to -4. അതാണ് അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്, അതായത് പോൾസ്. അതിനവിടെ മാർക്ക് ചെയ്തിട്ടുള്ള P1 is equal to 0, P2 is equal to -2 ആൻഡ് P3 is equal to -4. അപ്പോൾ ഈ പോൾസ് നമുക്ക് അവിടെ ലൊക്കേറ്റ് ചെയ്യാം. ലൊക്കേറ്റ് ചെയ്യാൻ പറയുമ്പോൾ P1 is equal to 0 എന്ന് പറയുന്നത് ഒറിജിനിലാണ്. അപ്പോൾ നമ്മൾ ഒറിജിനിൽ അവിടെ ഫസ്റ്റ് പോൾ മാർക്ക് ചെയ്തു. ആൻഡ് രണ്ടാമത്തെ പോൾ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? -2ലാണ്. -2 എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്രോസ് ഇട്ടു. അതുപോലെ P3 എന്ന് പറയുന്നത് -4. അവിടെ -4ലും നമ്മളവിടെ ഒരു പോൾ അവിടെ മാർക്ക് ചെയ്തു. അപ്പം അങ്ങനെ ടോട്ടൽ 3 പോളാണ് അവിടെ ഉള്ളത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ റൂട്ട് ലോക്കസ് ഓൺ റിയൽ ആക്സിസ്. റൂട്ട് ലോക്കസ് റിയൽ ആക്സിസിൽ എവിടെയാണ് വരുന്നതെന്ന് നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് പോൾ എവിടെയായിരുന്നു? ഇവിടെ ഒറിജിനിലാണ്. അപ്പോൾ ആ ഒറിജിനെ പുറത്ത്, അതായത് ഫസ്റ്റ് പോളിൻ്റെ പുറത്ത് നമ്മളൊരു ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യുക നെക്സ്റ്റ് പോളിലാണ്. നമ്മൾ -2ൽ നമ്മൾ ഇവിടെ വെക്കാം. ഈ ഒരു പോയിന്റിൽ നിന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് നോക്കാം. അപ്പോൾ റൈറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മുമ്പത്തെ ഒരു പ്രോബ്ലത്തിൽ അവിടെ ഓഡ് നമ്പർ ഓഫ് പോൾസ് ആണ് അവിടെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നോക്കുമ്പോൾ എന്താണ്? -2ൽ നിന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് നോക്കുകയാണ്. റൈറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എത്ര പോൾ ഉണ്ട്? ഒറിജിനിലുള്ള ഈ ഒരു പോൾ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ഓഡ് നമ്പർ ആണ് വരുന്നത് നമ്മൾ 2ൽ നിന്നിട്ട് റൈറ്റിലേക്ക് നോക്കുമ്പോൾ. അപ്പോൾ അത്രയും പോർഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അവിടെ ഡാർക്കൻ ചെയ്യാം. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ വരെ അവിടെ ഡാർക്കൻ ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടെസ്റ്റ് പോയിന്റ് എടുക്കണം. അതായത് രണ്ടാമത്തെ പോളിൻ്റെ പുറത്ത് നമ്മളൊരു ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യാൻ നമ്മളിപ്പോൾ നെക്സ്റ്റ് പോളിലാണ് നമ്മൾ ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് -4ൽ നമ്മൾ ടെസ്റ്റ് പോയിന്റ് എടുക്കാം. എന്നിട്ട് റൈറ്റിലേക്ക് ഇതേപോലെ തന്നെ നോക്കാം. ഇവിടുന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ എത്ര പോളുണ്ട്? ഒരെണ്ണം 0ലും ഒരെണ്ണം -2ലും. അങ്ങനെ 2 പോളാണ് നമ്മൾ ഈ -4 എന്ന് പറഞ്ഞ ടെസ്റ്റ് പോയിന്റിൽ നിന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ കാണുന്നത്, അല്ലേ? ഇവിടെ 2 പോൾ എന്ന് പറയുമ്പോൾ അത് ഈവൺ നമ്പറാണ്. അപ്പോൾ ഈവൺ നമ്പർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അവിടെ ഡാർക്കൻ ചെയ്യാൻ പറ്റില്ല. അവിടെ അതുപോലെ തന്നെ റൂട്ട് ലോക്കസ് ആ ഒരു ഭാഗത്ത് വരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും പോർഷൻ അവിടെ നമുക്ക് അതുപോലെ തന്നെ ഇടാം. അത് ഡാർക്കൻ ചെയ്യണില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തേർഡ് പോൾ ഉണ്ടല്ലോ, -4 ആണ് നമ്മളിപ്പോൾ ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ പുറത്തൊരു പോയിന്റ് ടെസ്റ്റ് പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഈ റിയൽ ആക്സിസ് ഉണ്ടല്ലോ, -4ൻ്റെ പുറത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് അവിടെ എടുക്കാം. അപ്പോൾ നമ്മളൊരു പോയിന്റ് നമ്മൾ ഇത് ചൂസ് ചെയ്തു. അപ്പോൾ -5ൻ്റെ പുറത്തൊരു പോയിന്റ് എടുത്തു. ഇനി അവിടെ നിന്നിട്ട് നമ്മളവിടെ റൈറ്റിലേക്ക് നോക്കുകയാണ്. റൈറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എത്ര പോൾ വരുന്നുണ്ട്? 0ലുള്ള പോള്, -2 ആൻഡ് -4. അങ്ങനെ 3 പോളാണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ വീണ്ടും 3 പോൾ എന്ന് പറയുമ്പോൾ അത് ഓഡ് നമ്പർ ആയി. അപ്പോൾ ഓഡ് നമ്പർ മീൻസ് നമുക്ക് അവിടെ അത്രയും പോർഷൻ പിന്നെ നമുക്കവിടെ ഡാർക്കൻ ചെയ്യാം. അപ്പോൾ -4 തൊട്ടിട്ട് -∞ വരെയാണ് നമ്മുടെ ആ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും പോർഷൻ അവിടെ ഡാർക്കൻ ചെയ്യാനായിട്ട് കാരണം. റൂട്ട് ലോക്കസ് ഈ ഒരു പോർഷനിൽ എവിടെ വേണമെങ്കിലും ആവാം. അതായത് ഒന്നെങ്കിൽ 0 to -2 അല്ലെങ്കിൽ -4 to -∞. അപ്പോൾ ഈ -2 to -4 നമ്മൾ കണ്ട അത് ഡാർക്കൻ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? -4 ടെസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഈവൺ നമ്പർ ഓഫ് പോൾ ആണ് വന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ ഡാർക്കൻ ചെയ്യാൻ. ഇതാണ് അവിടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ഫൈൻഡ് ദ റൂട്ട് ലോക്കസ് ഓൺ റിയൽ ആക്സിസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് ആൻഡ് സെൻട്രോയിഡ്. അപ്പോൾ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ±180 2q + 1/n-m. അതിൽ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2 etc. up to n-m വരെ അവിടെ പോകാം. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ നമുക്കത് ഡിനോമിനേറ്റർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അവിടെ 3 പോളാണ് നമുക്ക് അവിടെ ഉള്ളത്.
ആൻഡ് എം ഈസ് ഈക്വൽ ടു 0, കാരണം നമുക്ക് സീറോസ് ഒന്നുമില്ല അവിടെ ഈ ക്വസ്റ്റ്യനിൽ അല്ലേ. അവിടെ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2 എക്സെട്ര അപ് ടു 3 വരെ അവിടെ പോകാൻ പോകും. കാരണം n മൈനസ് എന്ന് പറയുമ്പോൾ 3 മൈനസ് 0 3 ആണ് വരുന്നത്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ 0 to 3 വരെയാണ് അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യൂവിനെ 0 ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആംഗിൾ എത്രയായിരിക്കും വരാം? നമ്മൾ ഇതിലിട്ട് കൊടുക്കുമ്പോൾ 180/3 എന്ന് വരും. അപ്പോൾ അവിടെ ±60 ഡിഗ്രി വരും. ആൻഡ് ക്യൂവിനെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ആംഗിൾ എന്ന് പറയുന്നത് ±180. നമ്മളിവിടെ ക്യൂവിനെ 1 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ 3 ആണ് വരാം. അപ്പോൾ 3/3 എന്ന് പറയുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ അവിടെ ±180 ഡിഗ്രി എന്ന് വരും. ഇനി ക്യൂവിനെ 2 ഇട്ട് കൊടുക്കുകയാണ്. 2 ഇട്ട് കൊടുക്കുമ്പോൾ ആംഗിൾ എന്ന് എത്ര വരാം? ±180 ഇൻറ്റു 5/3 ആണ് വരാം. അപ്പോൾ 5/3 എന്ന് പറയുമ്പോൾ അവിടെ ±300 വരും. അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുമ്പോഴാണ് ±300. ക്ലോക്ക് വൈസ് അത് ചെയ്യുമ്പോൾ എത്രയാണ്? അവിടെ -+60 ഡിഗ്രി എന്ന് അവിടെ വരും. ഇപ്പോൾ ക്യൂ = 3 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ എത്ര വരാം? ±180 ഇൻറ്റു 7/3 ആണ് വരുന്നത്. അതായത് ±420. അപ്പോൾ നമുക്കത് ഒരു മൊത്തം 360 ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെയും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 60 ഡിഗ്രി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറയുമ്പോൾ ±60 ഡിഗ്രി എന്ന് അവിടെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് അവിടെ വരുന്നത് എത്രയാണ്? ±60 ഡിഗ്രിയാണ്. കാരണം ഈ 180 ഡിഗ്രി എന്ന് പറയുന്നത് പിന്നെ ആക്സിസിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോണ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത് 60 ഡിഗ്രിയിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 60 ഡിഗ്രി നമുക്ക് വരയ്ക്കണമെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട്, സെൻട്രോയിഡ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എന്തായാലും സം ഓഫ് പോൾസ് മൈനസ് സം ഓഫ് സീറോസ് ബൈ n മൈനസ് n. അപ്പോൾ പോൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? 0, -2 and -4 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സമ്മ് നമുക്ക് സീറോസ് പിന്നെ അവിടെ ഇല്ല. അപ്പോൾ അവിടെ എന്തായിരിക്കും വരാം? 0, -2, -4 ഡിവൈഡഡ് ബൈ n മൈനസ് എന്ന് പറയുമ്പോൾ 3 പോളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ 3 എന്ന് വരും. നമുക്ക് -6/3 = -2. ഇതാണ് അവിടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സെൻട്രോയിഡ് എന്ന് പറയുന്നത് -2ലായിരുന്നു അല്ലേ. അപ്പോൾ അത് പോളും സെയിം പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ സെൻട്രോയിഡ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവിടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻട്രോയിഡിൽ നിന്നിട്ട് വേണം നമ്മളവിടെ 60 ഡിഗ്രി മുകളിലേക്കും താഴേക്കും അവിടെ വരയ്ക്കാൻ. അപ്പോൾ ആ ഗ്രീൻ കളർ ലൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് അവിടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈൻ നമ്മളവിടെ 60 ഡിഗ്രി മുകളിലേക്കും വരച്ചു, അതുപോലെ 60 ഡിഗ്രി താഴേക്കും വരച്ചു. അപ്പോൾ അത് രണ്ടുമാണ് നമ്മളിവിടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫൈൻഡ് ദ ബ്രേക്ക് അവേ ആൻഡ് ബ്രേക്ക് ഇൻ പോയിന്റ്. ഈ ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിനെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കണം. അതായത് C(f(s)/R(f)s എന്ന് പറയുന്നത് G(f(s)/1+G(f)s). അപ്പോൾ നമ്മുടെ H(f)s എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുകയാണ് അവിടെ. അപ്പോൾ അവിടെ എന്തായിരിക്കും വരാം? G(f)s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് k/s(s)/1 + k/s(s)/2 അതിനുശേഷം നമ്മളിവിടെ LCM എടുക്കുക. അപ്പോൾ ഇവിടെ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വരും. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ ഇവിടെ ഡിനോമിനേറ്റർ ടേം രണ്ടിൻ്റെയും വെട്ടിക്കളയാം. അപ്പോൾ അവിടെ എന്താ വരാം? k/s(s)/2 k എന്നവിടെ വരും. അപ്പോൾ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ ആണ് അവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത് എഴുതി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. s(s)+2 k = 0. അപ്പോൾ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരിക? ആദ്യം s+2 s+4 ചെയ്യുക, അതിന് ശേഷം s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ s³ + 6s² + 8s + k = 0 എന്ന് വരും. അതായത് k = നമ്മൾ ഈ ടേംസ് ഒക്കെ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? -s³ -6s² -8s നമുക്കവിടെ വരും. ഇനി നമ്മൾ kനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു s. അപ്പോൾ dk/ds എന്നിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ s³ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -3s² എന്ന് വരും. അതായത് ഇവിടെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് -3s². മൈനസ് ഇവിടെ s²ൻ്റെ 2s ആണ് വരുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6 × 2 എന്ന് പറയുമ്പോൾ 12 വരും. ഇവിടെ -12s -8 = 0. ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എന്താ വരാം? s = -0.845 ഓർ -3.154 നമുക്കവിടെ വരും. എസിൻ്റെ നമുക്ക് 2 വാല്യൂസ് കിട്ടിയത് റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളത് കെയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഏത് ഇട്ട് കൊടുക്കുമ്പോഴാണോ അവിടെ പോസിറ്റീവ് ആൻഡ് റിയൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എസിൻ്റെ ഫസ്റ്റ് വാല്യൂ അതായത് -0.845. അപ്പോൾ അത് ആ വാല്യൂ നമ്മൾ കേക്കിൽ എസിൻ്റെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാല്യൂ -0.845 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? അവിടെ 3.08 ആണ് അവിടെ വരുന്നത്. അതായത് s³ അതിൻ്റെ പകരം നമ്മൾ ആ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. അപ്പോൾ അവിടെ ചെയ്തപ്പോൾ 3.08 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതായത് പോസിറ്റീവ് ആൻഡ് റിയൽ ആണ് അവിടെ കിട്ടിയത്. അടുത്ത വാല്യൂ -3.154 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എസിൻ്റെ പകരം കെയിൽ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -3.08. അപ്പോൾ കിട്ടുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴാണ് നമുക്ക്
പോസിറ്റീവ് ആൻഡ് റിയൽ കിട്ടിയത്. അതായത് നമുക്ക് ഏത് വാല്യൂ ആയിരുന്നു -0.845. അപ്പോഴാണ് നമുക്കിവിടെ പോസിറ്റീവ് റിയൽ കിട്ടിയത് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് പോയിന്റ് നമുക്കില്ല, കാരണം നമുക്കിവിടെ സീറോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റാണ് നമ്മുടെ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട് -0.845 ഈസ് ദ ബ്രേക്ക് അവേ പോയിന്റ്. ഇപ്പോൾ റൂട്ട് ലോക്കസിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബട്ട് ഇവിടെ നമുക്ക് കോംപ്ലക്സ് പോൾസ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഇവിടെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറോ അതുപോലെ ആംഗിൾ ഓഫ് അറൈവലോ അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് ക്രോസിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് ഇമാജിനറി ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന പോയിന്റ്. അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിന്നിട്ട് നമ്മളവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് SQ + 6S² + 8S + K = 0. അപ്പോൾ അവിടെ നമ്മൾ എസ്സിനെ നമ്മൾ jω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ എസ് ഉള്ളിടത്തൊക്കെ jω കൊടുക്കുമ്പോൾ എന്ത് വരും? jω³ + 6 × jω² + 8jω + K = 0. അവിടെ j³ എന്ന് പറയുമ്പോൾ -j ആണ്. അപ്പോൾ അവിടെ -jω³ -6ω² വരും. അതായത് ഇവിടെ j² -1 ആണ്, അങ്ങനെയാണല്ലോ മൈനസ് വരുന്നത്. + 8jω + K = 0. ഇനി നമുക്കവിടെ ഇമാജിനറി പാർട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ടേംസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ -ω³ + 8ω = 0. നമ്മളതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ω³ = 8ω എന്ന് വരും. അവിടെ ω² = 8 വരും. നമ്മൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ω കണ്ടുപിടിക്കാം. അത് എത്രയാണ് വരുന്നത്? ±2.8 അവിടെ വരും. ഇതാണ് ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ റിയൽ പാർട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? -6ω² + K ആണ്. അപ്പോൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ K = 6ω² എന്ന് വരും. അപ്പോൾ ω² വാല്യൂ 8 ആണല്ലോ. അപ്പോൾ ഇവിടെ 6 × 8 അവിടെ 48 എന്നാണ് വരും. ഇതാണ് നമ്മുടെ ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2.8. ഇപ്പോൾ സെൻട്രോയിഡും ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് നമ്മൾ മുമ്പ് മാർക്ക് ചെയ്തിരുന്നു. അതായത് സെൻട്രോയിഡ് -2 ആണ്. ഇവിടെ -2 നിന്നിട്ട് ഒരു ±60° നമ്മളവിടെ വരച്ചിട്ടുണ്ട്. 60° മുകളിലേക്കും അതുപോലെ 60° താഴേക്കും. അപ്പോൾ ആ ഗ്രീൻ ലൈനാണ് അവിടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിച്ചിരുന്ന നേരത്തെ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? -0.845 ആണ്. ആ പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക, -0.845. നമ്മൾ റൂട്ട് ലോക്കസ് റിയൽ ആക്സിസിലൂടെ കടന്നു പോകുന്ന ആ ഒരു പോയിന്റാണ് ഇവിടെ ഈ ഒരു -0.845 എന്ന് പറയുന്നത്. ആൻഡ് ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ±2.8 ആണ്. അപ്പോൾ 2.8 നമ്മൾ മുകളിലും എടുക്കുക. അതായത് ഈ ഒരു പോയിന്റാണ് 2.8 എന്ന് പറയുന്നത്. ആൻഡ് താഴെ -2.8 എടുത്തു. അപ്പോൾ J2.8ഉം -J2.8ഉം അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ഫ്രീ ഹാൻഡ് കർവ് വരച്ചു. ഇതാണ് ആ ഒരു റൂട്ട് ലോക്കസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നു. ഫോർ θ = 0.5. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ ഉണ്ട് ആൽഫ എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ α = cos ഇൻവേഴ്സ് θ ആണ് വരുന്നത്. അപ്പോൾ θയുടെ വാല്യൂ 0.5 ആണല്ലോ. അപ്പോൾ cos ഇൻവേഴ്സ് 0.5 എന്ന് പറയുമ്പോൾ ഇവിടെ 60° എന്ന് വരും. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറിജിനൽ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പോൾ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് പോൾ എന്ന് പറയുന്നത് ഒറിജിനലാണ് വരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു 60°യുടെ ലൈൻ നമ്മൾ വരച്ചു. ഈ ഒരു ബ്ലൂ കളർ ഈ ഒരു ലൈനാണ് അവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ 60° നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ ആ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് റൂട്ട് ലോക്കസിൽ മുട്ടുന്ന പോയിന്റ് നോക്കാം. ഈ ഒരു പോയിന്റിലാണ് അവിടെ റൂട്ട് ലോക്കസിൽ ടച്ച് ചെയ്യുന്നത്. ആ പോയിന്റിൽ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാ പോളിലേക്കും നമ്മളവിടെ ലൈൻ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വന്നു? നമ്മൾ വന്നിട്ട് L1, L2 ആൻഡ് L3 എന്നവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ റൂട്ട് ലോക്കസിലുണ്ടല്ലോ ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന് നമ്മൾ പറയുന്നതാണ് അവിടെ SD ഡോമിനൻറ്റ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് K കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ KSD = പ്രോഡക്റ്റ് ഓഫ് ഓൾ വെക്റ്റർ ഫ്രം ഓൾ പോൾസ് ടു SD എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോളുകൾ ഏതൊക്കെയായിരുന്നു? 0, -2 ആൻഡ് -4 ആണല്ലോ. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള വെക്റ്റർ, അതായത് ഏതൊക്കെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്? L1, L2 ആൻഡ് L3. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ഓൾ വെക്റ്റർ ഫ്രം ഓൾ സീറോസ് ടു SD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സീറോസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സീറോസ് നമ്മൾ SD-യിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആ വെക്റ്റർ ഉണ്ടല്ലോ, ആ ലെങ്ത്താണ് നമുക്ക് ഡിനോമിനേറ്റർ നമുക്ക് അവിടെ വരുന്നത്. ബട്ട് ഇവിടെ നമുക്ക് സീറോസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്റർ അവിടെ 1 കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ L1, L2 ആൻഡ് L3 നമ്മളവിടെ മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ L1, L2, L3 നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക. അപ്പോൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്
2.6 സെൻറ്റിമീറ്റർ, അതുപോലെ 3.5 സെൻറ്റിമീറ്ററും, അതുപോലെ L3 എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ എടുത്ത സ്കെയിൽ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 0.5 ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരാം, ഈ ലെങ്ത് ഇൻറ്റു നമ്മൾ മെഷർ ചെയ്ത ലെങ്ത് ഉണ്ടല്ലോ അത് ഇൻറ്റു സ്കെയിലാണ് വരാം. അപ്പോൾ 2.6 ഇൻറ്റു 0.5 = 1.3 യൂണിറ്റ്. അതാണ് ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.75 യൂണിറ്റ്, അതാണ് ആക്ച്വൽ ലെങ്ത് വരിക. അതിൻ്റെ കൂടെ 7 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ 3.5 യൂണിറ്റ് കിട്ടി. ഇതാണ് ശരിക്കുള്ള ലെങ്ത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കേസ് ഈക്വൽ ടു നമുക്ക് ആ വെക്റ്റർ ലെങ്ത് നമ്മൾ എടുക്കുകയാണ്, അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ L1 L2 L3 ബൈ ഇവിടെ സീറോസ് ഒന്നും ഇല്ലാത്തതിൻ്റെ നമ്മളവിടെ 1 കൊടുത്തു. അപ്പോൾ ഇത് പ്രോഡക്റ്റ് എടുക്കാം, 1.3 ഇൻറ്റു 1.75 ഇൻറ്റു 3.5 ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 7.96 ആണ്. മീൻസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 8. ഇതായിരിക്കും നമ്മുടെ വാല്യൂ ഓഫ് കെ എന്ന് പറയുന്നത് വെൻ സീറ്റ ഈസ് ഈക്വൽ ടു 0.5.